കൊല്ലത്ത് വീണ്ടും സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് പരാതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മേനംകുളം സ്വദേശിയായ യുവതിയുടെ വയറ്റിൽ തുണിക്കഷ്ണം വെച്ച് തുന്നിക്കെട്ടിയെന്നാണ് ആരോപണം. കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെയാണ് പരാതി. 3 മാസത്തെ കഠിന വേദനയ്ക്കൊടുവിലാണ് വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ആശുപത്രിക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് ഷീബ പ്രമോദ് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ആയി. അങ്ങനെ അവിടെ ഓപ്പറേഷൻ ചെയ്തു. 10 ദിവസം അവിടെ കിടന്നു. എന്നിട്ട് കുറവില്ലാത്തതിനാൽ ഗോവിന്ദൻസിൽ പോയി. പഴുപ്പ് വന്നതിനാൽ വേദന അനുഭവപ്പെട്ടതിനാൽ അവര് ഒന്നും കൂടെ സ്കാനിങ് നടത്തി തിരിക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു നൂല് കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് മിഷൻ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തു. അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും വേദന അനുഭവപ്പെട്ടതിനാൽ ഇനി ഭയങ്കര 3 മാസം വരെ നീണ്ടു നിന്നു. ഡോക്ടർ പറഞ്ഞു അത് ശരി, അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഒന്നും പേടിക്കാനില്ല, ഞാൻ എല്ലാം നോക്കിക്കോളാം. അങ്ങനെ പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ വീണ്ടും സർജറി ചെയ്തു. അവിടത്തെടുത്തിട്ട് ഇത് ആദ്യം പറഞ്ഞ് ഇത് കാണിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം. ആദ്യം പറഞ്ഞ് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അത് ഇത് എനിക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവസാനം സമ്മതിച്ചു. ആ ഫോട്ടോയിൽ വലിയൊരു പീസ് തുണി കഷ്ണം ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആണ് ഇത് മുറിവ് കരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഭേദമായി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ന്യായീകരണം നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ്. തുണി എങ്ങനെ വയറ്റിൽ പോയെന്ന് അറിയില്ല എന്നും മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ പോയതാകാമെന്നുമാണ് ചികിത്സിച്ച ഡോക്ടറുടെ വിശദീകരണം. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഡിസംബർ മാസത്തിലാണ് ഈ സ്ത്രീ അവിടെ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആവുന്നത്. തുടർന്ന് 3 മാസം വലിയ വേദന. മറ്റൊരു ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. പിന്നീട് ഇതേ ആശുപത്രിയിൽ, ഈ CSI മിഷൻ ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയ ചെയ്ത് ആ തുണി പുറത്തെടുക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ ചികിത്സാ പിഴവുണ്ടായിട്ട് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? മധു, തീർച്ചയായും കഴക്കൂട്ടം CSI ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ അനാസ്ഥ വീഴ്ച ഉണ്ടായി എന്നതാണ് നമുക്ക് ആ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഡിസംബർ മാസം 3-ാം തീയതിയാണ് കടുത്ത വയറുവേദനയുമായി മേനംകുളം സ്വദേശിയായ ഷീബ CSI ആശുപത്രിയിൽ എത്തുന്നത്. തുടർന്ന് അവിടെ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം കണ്ടുപിടിക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ഡിസംബർ മാസം 12-ാം തീയതി ഷീബയെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഡിസ്ചാർജ് ചെയ്തിട്ടും വേദന തുടർന്നു. ഈ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഡ്രസ്സ് ചെയ്യാൻ ആശുപത്രിയിൽ പലതവണ എത്തിയെങ്കിലും ഈ മുറിവ് ഉണങ്ങിയില്ല. പിന്നീടാണ് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി പരിശോധിച്ച സ്കാനിംഗ് നടത്തിയപ്പോഴാണ് അതിൽ തുണിക്കഷ്ണം ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ഈ പരിശോധനയുടെ ഘട്ടത്തിൽ ഈ തുണിയുടെ നൂലുൾപ്പെടെ ഈ മുറിവിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് വിശദമായ സ്കാനിംഗ് നടത്തുകയും തുണിക്കഷ്ണം മറന്നു വെച്ചതായി കണ്ടെത്തുകയും ചെയ്തത്. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ ആ ഡോക്ടർ തന്നെയാണ് നിങ്ങൾ നേരത്തെ ശസ്ത്രക്രിയ നടത്തിയ അവിടെ തന്നെ പോകൂ എന്ന് നിർദ്ദേശിച്ച് അങ്ങനെ വീണ്ടും കഴക്കൂട്ടം CSI ആശുപത്രിയിൽ എത്തുകയും ശസ്ത്രക്രിയയിലൂടെ ആ പഞ്ഞിയും തുണിയും പുറത്തെടുക്കുകയായിരുന്നു. വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. 3 മാസത്തോളമാണ് ഈ തുണിയുമായി കടുത്ത വേദന ഷീബ സഹിച്ചത്. മാത്രമല്ല ആശുപത്രിയിൽ എത്തി ഈ ഡോക്ടർ ആദ്യം പറഞ്ഞത് തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നതാണ്. പക്ഷേ പിന്നീട് ആശുപത്രി അധികൃതർ നടത്തുന്ന ന്യായീകരണം അത് മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ചിലപ്പോൾ സംഭവിച്ചതാകാം. അത്തരത്തിലുള്ള ന്യായീകരണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കടുത്ത അനീതിയാണ് ആ കുടുംബത്തിനോട് കാണിച്ചത്. വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് ഈ ഷീബയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകും. വലിയ മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതാണ് ഷീബ പറയുന്നത്. ആശുപത്രി അധികൃതർ വാക്കുകൊണ്ട് സമ്മതിച്ചതിന് ശേഷം ഇപ്പോൾ വിവാദമായി പറയുന്നത് ഇവിടെ നിന്നാണെന്ന് അറിയില്ല, വേണമെങ്കിൽ മറ്റുള്ളിടത്തുനിന്നാകാം എന്നൊക്കെയാണ്. മാധവ്, തീർച്ചയായും. കാരണം ആശുപത്രിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഷീബയുടെ ഭർത്താവിനോട് പറയുന്നത് തനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് ഡോക്ടർ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ഈ നേരത്തെ ആ ഭർത്താവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിലക്കുകയായിരുന്നു. കാരണം ഇത് പുറത്തു പോയാൽ ഉറപ്പായും വിവാദമുണ്ടാകുമെന്നറിയാം. പക്ഷേ ഈ ബന്ധുക്കൾ അത്രത്തോളം നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് കൃത്യമായ തെളിവുകൾ കൂടി പുറത്തു വന്നത്. കാരണം ആ തുണിക്കഷ്ണം പുറത്തെടുക്കുന്ന
കഴിയുന്ന ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ നൂല് കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അത്രത്തോളം വേദനയാണ് 3 മാസം ഷീബ സഹിച്ചത്. പക്ഷേ ഈ ശസ്ത്രക്രിയ നടത്തി ഇപ്പോൾ തുണിക്കഷ്ണം പുറത്തെടുത്തു. പക്ഷേ ആ 3 മാസത്തെ വേദന, അതിന് എന്ത് പരിഹാരം ആശുപത്രി അധികൃതർ കാണും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടി വേണം എന്നതാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മാധു, MG പ്രതീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കഴക്കൂട്ടം CSI ആശുപത്രിയിലാണ് വലിയ ചികിത്സാ പിഴവുണ്ടായിരിക്കുന്നത്. കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെ പരാതി ഉന്നയിക്കുകയാണ് ഇപ്പോൾ രോഗിയുടെ കുടുംബം. വലിയ തോതിലുള്ള ചികിത്സാ പിഴവുണ്ടായി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടാവുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മേനംകുളം സ്വദേശിയായ യുവതിയുടെ വയറ്റിൽ തുണിക്കഷ്ണം വെച്ച് തുന്നിക്കെട്ടിയെന്നാണ് ആരോപണം. കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെയാണ് പരാതി. 3 മാസമാണ് വലിയ വേദന ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നത്.